നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരും. രാജ്യത്തെ മിക്ക ഭാഗങ്ങളിലും വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്ന ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മക്ക നഗരം, ജിദ്ദ, റാബിക്, തായിഫ്, ജുമൂം, അൽ കമൽ, ഖുലൈസ്, ബഹ്റ, അലൈത്ത്, ഖുൻഫുദ, അൽ അർദിയാത്ത്, ആദം തുടങ്ങിയ മക്ക മേഖലയുടെ മിക്ക ഭാഗങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നും അപകട സാധ്യതകൾ ഒഴിവാക്കണമെന്നും സൗദി സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് മക്ക മേഖല ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മക്ക ഗവർണറേറ്റിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. ഈ പശ്ചാത്തലത്തിൽ പ്രവിശ്യയിലെ എല്ലാ സ്കൂളുകൾക്കും വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, സർവകലാശാലകൾ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയാണ്. വിദ്യാർത്ഥികളും ജീവനക്കാരും വ്യാഴാഴ്ച ഹാജരാകേണ്ടതില്ലെന്നും അധികൃതർ അറിയിക്കുകയായിരുന്നു. ജിദ്ദ, റാബിക് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും സാമാന്യം ശക്തമായ മഴ പെയ്യുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി അറിയിച്ചിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് ജിദ്ദ, റാബിക്, ഖുലൈസ് എന്നിവിടങ്ങളിലെ സ്കൂളുകളിലെ ക്ലാസുകൾ വ്യാഴാഴ്ച നിർത്തിവെക്കാൻ ജിദ്ദ ഗവർണറേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അറിയിച്ചിരുന്നു. അതേസമയം ഓൺലൈൻ പ്ലാറ്റ്ഫോമായ മദ്രസത്തി പ്ലാറ്റ്ഫോം വഴി പഠനം ഉണ്ടായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മക്ക, ജുമൂം, ബഹ്റ, അൽ കാമിൽ, ജിദ്ദ, റാബിക്, ഖുലൈസ് എന്നിവിടങ്ങളിലെ സ്കൂളുകളും സർവകലാശാലകളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നേരിട്ടുള്ള ക്ലാസുകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നത്. അതേസമയം നവംബർ 24-ന് മണിക്കൂറുകളോളം ജിദ്ദയിൽ പെയ്ത പേമാരിയുടെ തോതിലുള്ള മഴ ഇത്തവണ ഉണ്ടായിരിക്കില്ലെന്ന് കാലാവസ്ഥാ സൂചനകൾ വ്യക്തമാക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി പ്രസ്താവനയിൽ പറഞ്ഞു. ജിദ്ദ ഗവർണറേറ്റിൽ ഉച്ച മുതൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം ഉപരിതല കാറ്റ്, ഉയർന്ന തിരമാലകൾ, ആലിപ്പഴ വർഷം, പേമാരി എന്നിവയും ഉണ്ടാകും. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതിനാൽ കാഴ്ചാപരിധി വലിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുന്നവർ അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ എല്ലാവരും ജാഗ്രത പാലിക്കാനും ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും താഴ്വരകൾ, തോടുകൾ, അണക്കെട്ടുകൾ, കുളങ്ങൾ, വിളക്കുകാലുകൾ, ഇലക്ട്രിക് ജനറേറ്ററുകൾ, ഓപ്പറേഷൻ റൂമുകൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാനും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.